ഹലോ ഹായ് നമസ്കാരം, ഞാൻ അമലാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആനച്ചൂര് എന്ന് പറയുന്ന പേജിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നിന്നും ഒരു കലണ്ടർ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഏകദേശം 70 രൂപയായിരുന്നു അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത്, അതിൻ്റെ വില എന്ന് പറയുന്നത്. കൊറിയർ ചാർജ് കൂട്ടിയിട്ട് 140 രൂപയാണ് ആയത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ബാ. ഇത് വന്നിരിക്കുന്നത് ഫ്രം ആനച്ചൂര്, ജിതിൻ ഗോപിനാഥ്, കൊടുമ്പ്, പാലക്കാട്. ഞാൻ ഈ ഫോൺ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഓർഡർ ചെയ്യുക. ഓക്കെ, അത്യാവശ്യം കൊറിയറിൻ്റെ പാക്കിങ് തന്നെയാണ്, വേറെ നോക്കാനൊന്നുമില്ല. ഞാൻ ആ കൂടി കൊടുത്തത് നമ്മളിവിടുത്തെ അഡ്രസ്സല്ല, വീടിൻ്റെ പേരും ലാൻഡ്മാർക്കും മാത്രമാണ്. പിന്നെ മൊബൈൽ നമ്പറാണ് കൊടുത്തത്. എന്തായാലും വിളിച്ച് കടപ്പാക്കട സാധനം വന്നത്, ഞാൻ പോയി പിക്ക് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. ആദ്യം തന്നെ ഏത് ആനയാണെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. ജൂലൈ ആണിത്. നമുക്ക് നോക്കാൻ ഏത് ആനയാണെന്ന്. ഇത് വന്നിരിക്കുന്നത് സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ. ആന എന്ന വാക്കിന് രാജകീയത നൽകിയ അവതാരം ഒരേ ഒരു രാമൻ, ഏകചിത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. നല്ല ഫോട്ടോ അല്ലേ? എന്താ പറയണ, 1000 സൂര്യന്മാരുടെ സ്വർണപ്രഭയും അഘോരമൂർത്തിയാം കാലഭൈരവനെപ്പോൽ വാശിയുള്ള ആന മലയാളം കണ്ട എക്കാലത്തെയും മികച്ച ആൺപിറപ്പ്. ഗജരാജ വൈഡൂര്യം മംഗലാംകുന്ന് അയ്യപ്പൻ. ചരിഞ്ഞു പോയെങ്കിലും അവന്റെ ആഠ്യത്വം എന്ന് പറയുന്ന സംഭവം ഒന്നും പറയാനല്ലേ. ശരത് നായരാണ് നമ്മൾ ഈ ഫോട്ടോ എടുത്തത്. അത്യാവശ്യം നല്ല ഫോട്ടോ കേട്ടോ. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ഫോട്ടോ എടുത്തത് ഹരികൃഷ്ണൻ മരടാണ് കേട്ടോ. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ഫോട്ടോ എടുത്തത്. അപ്പം ഇവര് സെലക്റ്റീവാണ്, നല്ല സെലക്റ്റീവായിട്ട് ഓരോ ഫോട്ടോയും സെലക്ട് ചെയ്തിരിക്കുന്നത്. കൊള്ളാം. എടുത്തിരിക്കുന്ന ആളുടെ പേര് കൊടുത്തത് നല്ല കേട്ടോ. ആ ഒരു ഫോട്ടോഗ്രാഫർക്ക് ഒരു പേരാവട്ടെ അല്ലേ, അവരുടെ ഫോട്ടോ സെലക്ട് ചെയ്യുന്നുള്ളത്. ഗജരാജ കൊടുമുടി അല്ലേ. തെക്കൻ നാട്ടിൽ നിന്നും വന്ന് വടക്കൻ നാട്ടിൽ തലയുറപ്പിച്ചവൻ, വള്ളുവനാടൻ ഉയരക്കൊടുമുടി, ചെർപ്പളശ്ശേരി അനന്തപത്മനാഭൻ. നമ്മുടെ പുത്തംകുളം ഷാജിയേട്ടൻ കൊണ്ടുവന്ന ആനയാണ്. പുത്തംകുളം അനന്തപത്മനാഭനായിരുന്നു അന്നൊക്കെ. ഞാൻ ആനക്കമ്പം തുടങ്ങുന്ന സമയത്ത് വലിയൊരു ആനയെ കാണുന്നത് അനന്തപത്മനാഭനായിരുന്നു. അപ്പൊ അവൻ അന്ന് നമ്മളെ കൊല്ലത്ത് വെച്ച് ആക്സിഡന്റ് ഒക്കെ പറ്റി. അതിനുശേഷമാണ് ആ ചെർപ്പളശ്ശേരിയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ ഫോട്ടോ എടുത്തത് ശരത് നായരാണ്. അപ്പൊ ഈ ഫോട്ടോയും പുള്ളിക്ക് തന്നെയാണ് ക്രെഡിറ്റ് ഇരിക്കുന്നത്. നല്ല ഫോട്ടോ കേട്ടോ. വാ, എന്താ പറയണ്ടേ. ഒരുങ്ങിയിറങ്ങിയാൽ ഒന്നാമനാകുന്ന ഒറ്റ നിലവിന്റെ ഒറ്റ കൊമ്പൻ, പൂക്കൻസ് കുഞ്ച്. ഒറ്റ കൊമ്പനാണെന്ന് ഒരുവിധപ്പെട്ട ആൾക്കാർക്കെല്ലാം മനസ്സിലാവും. നമുക്ക് കണ്ട ചില ആനകൾക്ക് നമുക്ക് മനസ്സിലാവത്തില്ല ഒറ്റ കൊമ്പനാണെന്നുള്ളത്. പക്ഷെ അവന്റെ കൊമ്പ് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും ഒറ്റ കൊമ്പനാണെന്നുള്ളത്. ചില സമയത്തൊക്കെ തലക്കെട്ട് കെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മംഗലാവുന്ന കർണന്റെ ലുക്കൊക്കെ വരുന്ന ഒരു ആനയാണ് നമ്മുടെ ഊക്കൻസ് കുഞ്ചു എന്ന് പറയുന്നത്. ഒറ്റക്കൊമ്പനാണ്. അപ്പം ഭയങ്കര വാശിയുള്ള ഒരു ആനയാണ്. അപ്പൊ ഇപ്പൊ ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത് വൈശാഖ് ഇളങ്കുന്നപ്പുഴ. നല്ല ഫോട്ടോ അല്ലേ, നല്ല ഫോട്ടോയാണ്. ആടാ മോനെ, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഫോട്ടോയാണ്. നെല്ലിയാമ്പതിയുടെ ചില്ലിക്കൊമ്പൻ. അതിന് ഒരു ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്, ഇത് എന്റെ ലോകം, ഇവിടെ ഓരോ ഇടവഴിയിലും ഞാൻ എന്റെ ഇഷ്ടത്തിന് കടന്നു പോകും, നീ അതിന് ശേഷവും. നെല്ലിയാമ്പതി മലനിരകളുടെ കാവൽക്കാരൻ, നെല്ലിയാമ്പതിയുടെ ചില്ലിക്കൊമ്പൻ. ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത് അഭിജിത്ത് വാര്യർ. ഇതൊക്കെ എങ്ങനെ നിർത്തി എടുത്തെന്നുള്ളത് എന്തോ ലുക്കാണ് നോക്കിയ ഫോട്ടോ സെറ്റ് അടിപൊളി ലുക്കായിട്ട് സെറ്റ്. あ മണ്ണ് വാരിയിട്ടതും ആ ഒരു
എന്ത് പറയുന്നേ, സൂപ്പർ കിടില ഫോട്ടോ. ഇത് തൊട്ട് ബാക്കി പുലികളിയും ഒക്കെ കൊടുത്തിട്ടാണ് നമ്മുടെ കാളിദാസനെ അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ ഫോട്ടോ എടുത്തിരിക്കുന്നത് ഹരികൃഷ്ണൻ മരടാണ്. ബാക്ക്ഗ്രൗണ്ട് കാളിദാസന്റെ ഫോട്ടോ എടുത്തിരിക്കുന്നത് അനന്തു പള്ളുരുത്തിയ ഫോട്ടോ എടുത്തിരിക്കുന്നത് കേട്ടോ. അടിപൊളി ഫോട്ടോ കേട്ടോ. ചിറക്കൽ തമ്പുരാട്ടി അമ്മ കണ്ണു ചിമ്മാതെ കാവൽ നിൽക്കുന്ന അമ്മയുടെ പൊന്മകൻ ചിറക്കൽ കാളിദാസൻ. വാ, അടിപൊളി അല്ലേ. ഗജരാജ ഹിമവാൻ. ഇയാളാ മോനേതാ ശിവരാജ്. ശിവരാജ് ജൂലൈയിലാട്ടോ. അടിപൊളി ഫോട്ടോ ആട്ടോ. ഈ ഫോട്ടോ എടുത്തത് ജിഷ്ണു കൽക്കി കേട്ടോ. അടിപൊളി ആട്ടോ, കിടില ഫോട്ടോ ആട്ടോ ഇത്. അതിന്റെ കാര്യം ആനയുടെ ഇങ്ങനത്തെ ഫോട്ടോ കുറെ ഉണ്ടെങ്കിൽ താഴേന്ന് എടുത്തൊരു ലുക്കായത്. അത്യാവശ്യം ഒരു സ്റ്റെപ്പിൽ എങ്ങാണ്ട് കയറ്റി നിർത്തി പിടിപ്പിച്ചത് എങ്ങാണ്ട. സഖ്യപുത്രന്മാരിലെ അളവുകൾ സമം ചേർന്ന രൗദ്രഭാവം ചാർത്തിയ ശിവപുത്രൻ ഗജരാജ മണ്ണാടിയാർ തൃക്കടവൂർ ശിവരാജ്. അത് കൊള്ളാം കേട്ടോ, ഇഷ്ടപ്പെട്ടു. നല്ലൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡിങ് ആയിട്ട് അവരുടെ ലോഗോയും കൊടുത്തിട്ടുണ്ട്, ആനച്ചൂരെന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആശംസകളോടെ അധിഷ്ഠാവ് അനന്തപുരി ഇളമണ്ണൂർ. നമ്മുടെ പൂരനായകൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ, തൃശ്ശൂർ പേരൂരിന്റെ സ്വന്തം പൂരനായകൻ എന്നാണ് അവിടെ കൊടുത്തേക്കുന്നത്. കൊള്ളാം. ഇവിടെ ഫോട്ടോ എടുത്തിരിക്കുന്നത് ഹരികൃഷ്ണൻ. നല്ല ഫോട്ടോ കേട്ടോ. അവർ ഭയങ്കര സെലക്റ്റീവ് ആയിട്ടാണ് തോന്നുന്നു ഓരോ ഫോട്ടോ എടുത്തിരിക്കുന്നത്. അടിപൊളി 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 ഫോട്ടോസ്. ആ ചില്ലിക്കൊമ്പന്റെ ഒക്കെ ഫോട്ടോ എങ്ങനെ നേരെ നിർത്തി എടുത്തുന്നുള്ളതാ. അപ്പൊ എന്റെ നേരത്തെ വീഡിയോക്കകത്ത് ഡാൻസിങ് ചെയ്യുന്ന ഒരു ആനയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ആ ബൽറാം ഗുരുവായൂരിന്റെ ഒരു സായിപ്പ് എന്നൊക്കെ വേണേ പറയാം. ജൂനിയർ വിഷ്ണു കഴിഞ്ഞു കഴിഞ്ഞാൽ മതകരി ഇത്തരം വെളുത്ത വേറൊരു ആന എനിക്ക് തോന്നുന്നു ഗുരുവായൂർ ഇല്ലെന്ന് തോന്നുന്നു. ബൽറാമിന്റെ അത്രയും മതകരി വെളുത്തൊരു വേറെ ആന ജൂനിയർ വിഷ്ണു കഴിഞ്ഞാൽ കൃഷ്ണനായിട്ടോ ഏറ്റവും കൂടുതൽ. ഗുരുവായൂരിന്റെ സുന്ദര കില്ലാടി ഗുരുവായൂർ ദേവസ്വം ബൽറാം. ഇതാരെടുത്ത് അനൂപ് ഗുരുവായൂരാണ് ഈ ഫോട്ടോ എടുത്തത്. നല്ല ഫോട്ടോ, നടയിലെങ്ങാണ്ട് വെച്ചെടുത്ത ഫോട്ടോ കേട്ടോ. നല്ല അത്യാവശ്യം ചെവിയൊക്കെ വിടർന്ന് നിൽക്കുന്ന ഫോട്ടോ എടുത്തിരിക്കുന്നത്. അയ്യോ എന്റെ പോനെ, നമ്മുടെ ഇപ്പം ശശിയേട്ടൻ ഇപ്പൊ കേറിയ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ. ഫോട്ടോ എടുത്തിരിക്കുന്ന അരുൺ കോട്ടപ്പുറം കേട്ടോ. ദൈവിക സഖ്യന്റെ മടിത്തട്ടിൽ ആഗ്നേയാസ്ത്രം പോൽ ജ്വലിച്ചു നിന്നതും ആനക്കേരളത്തിൽ സൂര്യപ്രഭാവൻ ഇവൻ നന്ദിലത്ത് തറവാടൻ ഇളമുറത്തമ്പുരാൻ നന്ദിലത്ത് ഗോപാലൻ. ഇവനെന്താ ഈ ഇളമുറത്തമ്പുരാൻ എന്ന് വിളിക്കുന്ന കാര്യം എനിക്കത്. കാര്യം ഇത്രയും തലയെടുപ്പുള്ള ആനയെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാളിയുടെ കൂടെയും പുതുപ്പള്ളി കേശവന്റെ കൂടെ പിടിച്ചിരിക്കുന്ന ആനയാണ്. എന്നിട്ട് എന്താ ഈ ഒരു വേറൊരു പട്ടങ്ങളൊന്നും കിട്ടാത്ത ഇളമുറത്തമ്പുരാൻ എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുന്നതെന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം, അവൻ നല്ല നല്ല പട്ടങ്ങളൊക്കെ കിട്ടട്ടെ. വാ, അടിപൊളി സംഭവം സെറ്റാണല്ലോ. ഈ ആനയെ പറ്റി സത്യം പറഞ്ഞാൽ ഇതുവരെ ഈ ആനയെ കണ്ടിട്ടില്ല. ശ്രീരാമനെ പഴയന്നൂർ ശ്രീരാമൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എല്ലാവരും കുറെ അഭിപ്രായങ്ങളൊക്കെ അടിപൊളി ആനയാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ, ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം അതും തൃശ്ശൂർ പേരൂരിൽ നിന്ന് തലക്കുറിയാകുവാൻ കാലം കാത്തു വെച്ച ഗജരാജ മാണിക്യം നമ്മുടെ സ്വന്തം പഴയന്നൂർ ശ്രീരാമൻ. ഈ ഒരു ഫോട്ടോയെ പറ്റി എന്തോ പറയണം എന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം ഇത് എഴുതിയിരിക്കുന്ന ആദ്യം ഞാൻ വായിക്കാം. ഇത് നിലവിന്റെ വജ്രായുധമല്ല, അഴകിന്റെ വജ്രായുധം. ശരിയല്ലേ? പാമ്പാടി രാജൻ, ആ അമ്മയുടെ സ്വന്തം അപ്പൂസ് എന്നൊക്കെ വിളിക്കുന്ന ആനയാണ് അല്ലേ? ഫോട്ടോ എടുത്തേക്കുന്നത് അഖിൽ കോയിപ്പുറത്ത്. നല്ല ഫോട്ടോ കേട്ടോ, നല്ല ഫോട്ടോ. അത്യാവശ്യം ആ വെള്ളത്തിൽ നിൽക്കുന്ന ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ ആനയുടെ എപ്പോഴും ലുക്കാണ്. കാര്യം അത്രയ്ക്ക് നാടൻ ചന്തല്ലേ, എന്ത് പറയാനല്ലേ. അപ്പം ഇത് എനിക്ക് തന്നത് അജിത്ത് എന്ന് പറഞ്ഞ ബ്രോയാണ്. അജിത്താണോ അജിത്ത്, പിന്നെ അതുപോലെ തന്നെ ശ്രീരാഗം, അങ്ങനെ 2-3 പേരൊക്കെയാണ് കോണ്ടാക്ട് ചെയ്തിട്ട് എനിക്ക് സംഭവം കിട്ടിയത്. അപ്പം താങ്ക്സ് ടു ആനച്ചൂര്. അതുപോലെ തന്നെ അടുത്ത പ്രാവശ്യം വാങ്ങിക്കാൻ സാധിക്കട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു കണ്ടന്റുമായിട്ട് വരുന്നത് വരെ ഇറ്റ്സ് മീ ഗജമിത്ര സൈനിങ് ഓഫ്.